ഫ്രീ ആയിട്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവരുടെ അടുത്ത് തന്നെ ഡയറക്റ്റ് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്ന് തന്നെ സെയിലാക്കി കൊടുക്കുന്നുണ്ട് നമ്മൾ. നമുക്ക് അവരെ ഒരിക്കലും തള്ളിക്കളയാൻ പറ്റത്തില്ല. ഇപ്പം ഇത്രയും പ്രശ്നങ്ങൾക്കിടയിൽ നമ്മൾ അതിൻ്റെ ഇടയിൽ നിന്നായാലും അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോയി റിസൾട്ട് കിട്ടിയവർ തന്നെയാണ് പിന്നെ വീണ്ടും വരുന്നത്. അതെ അതെ അതെ. ഈ ആദ്യത്തെ ആവേശം അവസാനമില്ലെങ്കിൽ അത് ഇൻവെസ്റ്റ് ചെയ്യുന്ന കാശ് ഫുൾ അവസാനം ലോസ് ആവും. ഇതൊരു റിവേഴ്സ് രീതിക്കാണ് ചെയ്യേണ്ടത്. പുതിയ ജനറേഷൻ അതൊക്കെ അറിയുമെന്ന് എനിക്കറിയില്ല. ഇത് കഴിക്കാൻ പാടില്ലാത്ത ഒത്തിരി ഇലച്ചെടികളുണ്ട്. നല്ല റിസൾട്ടാണ്. നമ്മൾ മറ്റേ സാധാ പോത്ത് വളർത്തുന്നതിനേക്കാൾ ഇതൊരു 8 മാസം വളർത്തുമ്പോഴത്തേക്കും നമുക്ക് അതിനെട്ടി പൈസ കിട്ടുന്നുണ്ട്. പറയുന്നത് കറക്റ്റാണല്ലോ, സത്യമാണല്ലോ. ഈ പറയുന്ന പോലെ ഇതിനെ വളർത്താനായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ കസ്റ്റമർ എന്താ പറയുക, എങ്ങനെയെങ്കിലും വിറ്റ് ഒഴിവാക്കാം എന്നുള്ള രീതിക്കുള്ള ഒരു മൈൻഡ് സെറ്റിൽ വരും. വില നന്നായിട്ട് കുറയും. അപ്പോൾ അവർ പ്രതീക്ഷിക്കുന്ന റേറ്റ് കിട്ടാറില്ല. എത്ര കിലോ ഉണ്ട് ഇത്? 157 കിലോ. നിങ്ങൾ സ്ഥിരം എവിടെ നിന്നാണ് എടുക്കുന്നത്? എല്ലാ കൊല്ലം അവിടെ നിന്ന് എടുക്കും. എല്ലാ കൊല്ലവും. ഹായ്, നമസ്കാരം. ജയകൃഷ്ണൻ. ലൈഫ് ഇൻ കേരള ഇന്ന് എത്തിയിരിക്കുന്നത് ആറ്റിങ്ങൽ പിള്ളാസ് ഫാമിലാണ്. സമയം 5:30 കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഈ സമയത്ത് ഭയങ്കര തിരക്കാണ് ഇവിടെ. 1 മണിക്ക് ഇവിടെ ലോഡ് വന്നതാണ്. പക്ഷേ എല്ലാ ലോഡും ഇപ്പോൾ തന്നെ ഏകദേശം വിറ്റഴിഞ്ഞത്. വണ്ടികളൊക്കെ കിടക്കുന്നത് കണ്ടില്ലേ? നമുക്ക് അങ്ങോട്ടൊന്ന് കയറാം. കാരണം ഒത്തിരി പോത്തൊന്നും ഇപ്പോൾ ഇവിടെ അവൈലബിൾ അല്ല. കാരണം വന്ന ലോഡ് അത്രയും പോയിക്കഴിഞ്ഞു. ഇപ്പോൾ തന്നെ ഏകദേശം നമ്മുടെ മുമ്പ് വെച്ച് തന്നെ ഒരു 30ഓളം പോത്തുകൾ പോയിക്കഴിഞ്ഞു. നമുക്ക് ജസ്റ്റ് ഒന്ന് അവിടെ കയറാം. കാരണം 5:30 ആയതേ ഉള്ളൂ. വെട്ടം ഇങ്ങനെ ഉദിച്ച് വരുന്നേ ഉള്ളൂ. ഇപ്പോൾ സെയിലായതാണല്ലേ? എത്ര കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു? വന്ന ലോഡൊക്കെ ഏകദേശം കഴിഞ്ഞല്ലേ? ആ. നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങൾ പാലോട്. നമ്മുടെ തിരുവനന്തപുരം. അതെ. ഓക്കെ. എത്ര വർഷം കൊണ്ട് ഈ പോത്ത് ചെയ്യുന്നുണ്ട്? ഞാൻ 8 വർഷം കൊണ്ട്. ഇവിടെ നിന്ന് എടുക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി? ഇവിടെ നിന്ന് ഞാൻ ഇപ്പോൾ ആദ്യമായിട്ടാണ് എടുക്കുന്നത്. ആദ്യമായിട്ടാണ്. ഓക്കെ. നിങ്ങൾ എങ്ങനെയാണ് അറിഞ്ഞു വരുന്നത്? നമ്മൾ ചാനൽ കണ്ട് വന്നതാണ്. ഓക്കെ. പോത്തിനെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നല്ല പോത്തായിട്ട് തോന്നുന്നുണ്ടല്ലേ? ഇവിടുത്തെ ലൈവ് വെയിറ്റ് എത്രയാണ്? 165. അത് ഇന്നത്തെ വെയിറ്റ്. ഓക്കെ. ഓരോ ലോഡ് വരുന്നതിനനുസരിച്ചാണ് മാറുന്നത്? അങ്ങനെയാണ്. അത് ഒരു സീസൺ ആണോ? സൈസിനല്ല, സീസൺ സീസൺ അനുസരിച്ചാണ് പ്രൈസ് വ്യത്യാസം വരുന്നത് അല്ലേ?
ഇത് മുറയാണല്ലോ. നല്ല മുറ കുട്ടി. ഇതെങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ഒന്ന് നമുക്ക് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇത്രയും വർഷം 7 കൊല്ലം കൊണ്ട് ഇത് ചെയ്യുന്നതല്ലേ, അപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അതിൻ്റെ കൊമ്പും അതിൻ്റെ തലയും അതിൻ്റെ വാലും അതിൻ്റെ കാൽപ്പൊക്കം നല്ല നീളം, നല്ല ഇനം കുട്ടി, നല്ല കളറുകളുള്ള. ഓക്കെ, നിങ്ങളിപ്പോൾ എടുത്ത ഏതൊക്കെയാണ്? ഞങ്ങൾ ഈ 4 എണ്ണമാണ് എടുത്തത്. ഈ നിൽക്കുന്ന 4 അല്ലേ? ഇതിൽ ഏറ്റവും കുറഞ്ഞ വെയിറ്റ് എത്രയാണ്? ഏറ്റവും കുറഞ്ഞത് 109 അല്ലേ. ഓക്കെ, അത് എത്ര വർഷം കൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇത് ഏണിങ്സ് കിട്ടും? ഉദ്ദേശം 109 കിലോ ആണെങ്കിൽ ഒരു 1.5 വർഷം കൊണ്ട് 1.5 വർഷം കൊണ്ട് എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ? ഒരു 65-70 രൂപയ്ക്കൊക്കെ പോവും. അപ്പോൾ എത്ര കിലോ വെയിറ്റ് ഉണ്ടാവും? 300, 250-300 കിലോക്കകത്ത് കയറും. അതിൽ കൂടുതൽ കയറുന്നേ കാണുമല്ലേ? ഇത്രയും വെയിറ്റ് വെക്കാനായിട്ട് കൊടുക്കുന്ന ഫുഡ് എന്തോ ആയിരിക്കും? പുളിയരി, തവിട്, ഗോതമ്പ് തവിട് ഒക്കെയാണ്. അതെ. പിന്നെ പുല്ല് അങ്ങനെ നിങ്ങൾ അവിടെ മേയാൻ വിടുകയാണോ? മേയാൻ വിടുകയാണ്, അഴിച്ചു വിടുകയാണ്. അപ്പോൾ പുല്ലിൻ്റെ ഇതൊന്നും ആവശ്യമില്ല, പുല്ലൊന്ന് പറിച്ചിട്ട് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇല്ല, അഴിച്ചു വിടുകയാണ്. ഓക്കെ. ഒരു ദിവസം ഉദ്ദേശം എത്ര രൂപ ചിലവ് വരും തീറ്റ ചെയ്യാൻ? തീറ്റയ്ക്ക് വേണ്ടി, ഫുഡിന് വേണ്ടി? എനിക്ക് അങ്ങനെ ഒരു 60-70 രൂപ ഒന്നിന്? അല്ല, 4 എണ്ണത്തിന് 70 രൂപ. അത്രയൊക്കെ. ഇപ്പോൾ പിന്നെ അതിന്റെ പ്രായം കൂടുന്നതിനനുസരിച്ച് കുറച്ച് ചിലവ് കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ. എങ്ങനെ? എനിക്ക് 4 പോത്ത് അല്ലാതെ വീട്ടിൽ നിൽപ്പുണ്ട്, വലുത്. വീട്ടിലും വലുത്? ഉണ്ട്. അത് ഉദ്ദേശം എത്ര കിലോ? നിങ്ങൾ എങ്ങനെയാണ് വലുതാകുമ്പോൾ തൂക്കി കൊടുക്കുന്നത്? എങ്ങനെയാണ് ഇപ്പൊ ഇവിടുന്ന് തൂക്കി മേടിക്കാൻ പറ്റും? അല്ലല്ല, തൂക്കിയല്ല കൊടുക്കുന്നത്, അവർ മതിപ്പ് പോലെയാണ്. മതിപ്പ് പോലെയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. കൊണ്ട് ചെയ്യുന്നുണ്ട്. 4-5 വർഷം കൊണ്ട്. സ്ഥലം കഠിനംകുളം. ഓ, ഇവിടെ നിന്ന് തന്നെയാണ് എടുക്കുന്നത്? ഇവിടെ വന്നെടുക്കും. ഇവിടെ ആകുമ്പോൾ നമ്മൾ തൂക്കം നോക്കിയിട്ട് പൈസ കൊടുത്താൽ മതി. മറ്റു ചന്തകളിലൊക്കെ പോയി കഴിഞ്ഞാൽ കണ്ടിട്ട് പതിപ്പ് വില പറയും. ഓക്കെ. ഇവിടെ ആകുമ്പോൾ കൃത്യമായ വില. അവിടെ എങ്ങനെ വളർത്തുന്നത്? എങ്ങനെയാ വളർത്തുന്നത്? എനിക്ക് പറമ്പുണ്ട്, അവിടെ പുല്ല് പൊടിക്കുമല്ലോ. അപ്പം ഇത് പുല്ല് ഇത് തിന്നുകയും ചെയ്യും. പിന്നെ തൊട്ടടുത്ത് കായലാണ്, കായലിലൊക്കെ ഇറക്കിയിടും. അങ്ങനെ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അധികം ചിലവൊന്നുമില്ല? വലിയ ചിലവില്ല, പക്ഷേ അത്ര എന്തെങ്കിലും പിണ്ണാക്കെല്ലാം കൊടുക്കും. പുള്ളിയരിയൊക്കെ വെച്ച് കൊടുത്താൽ കുറച്ച് കൊഴുത്ത് വരും. എത്ര വർഷം ആകുമ്പോഴത്തേക്കും ഒരു ഇതാവും വെയിറ്റ്? ഇല്ല, അടുത്ത പെരുന്നാളാകുമ്പോൾ അത് കൊടുക്കും. മുസ്ലിം പെരുന്നാൾ വരുമ്പോൾ കൊടുക്കും. ഇല്ല, ഇത് 2 എണ്ണം വാങ്ങിക്കേ ഉള്ളൂ. 2 എണ്ണം വേറെ നോക്കാനൊന്നും ആളില്ലല്ലോ. നമ്മളെ പറമ്പിൽ കെട്ടും, തിരിച്ച് കായലിൽ. മുമ്പ് ചെയ്തിട്ടുണ്ടല്ലോ? അപ്പോൾ ചെയ്തിട്ടുണ്ട്. ഒന്ന് കൊടുത്തതിന് ശേഷം പിന്നെ അടുത്ത് ഒന്ന് പിന്നെ കൊടുത്തതിന് ശേഷം പിന്നെ ഒന്ന് ഇപ്പം ഇവിടെ ഇല്ലായിരുന്നു. ഇപ്പം കുറച്ച് ബ്രേക്കിന് ശേഷം ഇപ്പോഴാണ് ഇവിടെ വന്നത്. എല്ലാം കഴിഞ്ഞല്ലേ ഇവിടെ? ഇവിടെ ഇന്നിപ്പം നമ്മൾ വന്നിട്ട് ലാസ്റ്റ് ആയിരുന്നു നമുക്ക് കിട്ടിയത്. എല്ലാ ലോഡും തീർന്നു? എല്ലാം തീർന്നു. എത്ര കിലോ ഉണ്ട് ഇത്? 157 കിലോ. നിങ്ങൾ സ്ഥിരം എവിടെ നിന്നാണ് എടുക്കുന്നത്? എല്ലാ കൊല്ലം അവിടെ നിന്ന് എടുക്കും. എല്ലാ കൊല്ലവും? വളർത്തി കൊടുക്കുക, പെരുന്നാളാകുമ്പോൾ കൊടുക്കുക. ഓക്കെ. ഇത് പക്ക മുറയാണ് അല്ലേ? മുറയാണ്. ഓക്കെ ഓക്കെ. ഇത് വഞ്ചൂര്. ഓ, വഞ്ചൂര്. തിരുവനന്തപുരം വഞ്ചൂരാണ്? അല്ല, തിരുവനന്തപുരം വഞ്ചൂരല്ല, ആലങ്കോട്. ഓക്കെ ഓക്കെ, ശരി. നമസ്കാരം ചേട്ടാ. ആറ്റിങ്ങൽ പിള്ളാസ് ഫാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ അറിഞ്ഞാത്തവർക്ക് വേണ്ടി ഇതിൻ്റെ ലൊക്കേഷനും ഈ ഫാമിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാമോ? പിള്ളാസ് ഫാം ഇപ്പോൾ ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിൽ ആറ്റിങ്ങൽ കൈപ്പറ്റുമുക്കിലാണുള്ളത്. പിന്നെ ഒരു കാര്യം, നമ്മളിപ്പോൾ രാവിലെ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഒത്തിരി പോത്തുകളുണ്ടായിരുന്നു. ഇപ്പോൾ സമയം എന്താ 7 പോകുന്നേ ഉള്ളൂ. അതിനിടയ്ക്ക് എല്ലാ പോത്തും പോയി, ഇനി ബാലൻസ് ഒരു പോത്തൂടെ ഉള്ളൂ. അപ്പോൾ ഇത്രയും പെട്ടെന്ന് നിങ്ങൾ സെയിൽ എടുക്കാനുള്ള കാരണം എന്താണ്? ഒന്നാമത് ഇപ്പോഴത്തെ ഡിമാൻഡ് തന്നെയാണ്. രണ്ടാമത്തത് നമുക്ക് എപ്പോഴും ഈ ഒരു ഡിമാൻഡിലാണ് സെയിൽ നടക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ നമ്മളൊരു മാസത്തിൽ മാക്സിമം 100 കുട്ടികളാണ്. ഒരു മാസം 100 കുട്ടികൾ പോകും. ഇതാണ് ടാർഗറ്റ്. ഇനി എത്ര ഡിമാൻഡ് കൂടിക്കഴിഞ്ഞാലും 100 കുട്ടികളെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും ക്വാളിറ്റിയിലാണ് നോക്കുന്നത്. മാക്സിമം ക്വാളിറ്റിയുള്ള കുട്ടികളെ നോക്കുക എന്നുള്ളതാണ്. ഒരു സ്റ്റേബിൾ കസ്റ്റമർ മതി, നമുക്കൊരു 100 കുട്ടികൾ കൊടുത്താൽ മതി എന്നുള്ള രീതി. എവിടത്താണ് എടുക്കുന്നത് ഇത്രയും ക്വാളിറ്റി ആയിട്ട്? ഇത് ഹരിയാനയിൽ നിന്ന് തന്നെ പല മാർക്കറ്റ് ഉണ്ട്, കൂടാതെ ഫാമുകളുണ്ട്. അവിടെ ചെറിയൊരു ഫാം നമ്മൾ എടുത്തിട്ടുണ്ട്. അല്ല, നമ്മളിപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനും അല്ല മുറിവോ അങ്ങനെ ഒരു സംഭവം ഒന്നും പറ്റിയിട്ടില്ല. കാരണം ചില ഫാമുകളിൽ ഇങ്ങനെ കൊണ്ടുപോകുന്നത് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഇതിലൊക്കെ മുറിവുകളൊക്കെ ആയിരിക്കും. അപ്പോൾ അതെങ്ങനെ നിങ്ങൾ ഇത്രയും ഇതായിട്ട് കൊണ്ടുവരുന്നത് ശ്രദ്ധിച്ച്? നമ്മൾ ഈ പുറമേ മുറിവ് കാണാത്തത് മാത്രമല്ല, ഹെൽത്തി ആയിട്ടാണ് കൊണ്ടുവരുന്നത്. അതെ അതെ. ഇപ്പോൾ അവിടെ നിന്ന് ട്രാവൽ ചെയ്ത് വരേണ്ടതാണ്. ഏകദേശം 6-7 ദിവസം മിനിമം ട്രാവൽ ചെയ്യേണ്ട സ്റ്റോക്കാണ് ഈ വരുന്നത്. ഓക്കെ. അപ്പോൾ ആനിമൽസിന്, ഇപ്പോൾ കാറ്റൽസിന് അതിൻ്റെ ഉള്ളിൽ തന്നെ ഒത്തിരി ബാക്ടീരിയസ് ഉണ്ട്. ഇപ്പോൾ തൈലേറിയ അങ്ങനെയുള്ള ഒരുപാട് അസുഖങ്ങൾ അതിൻ്റെ
ബോഡിയിൽ തന്നെയുണ്ട്. അപ്പം ഇത് ഈ സ്ട്രെസ്സ് കൂടുന്ന സമയത്ത് അത്രയും സ്ട്രെസ്സ് കൂടുന്ന സമയത്ത് ഇമ്മ്യൂണിറ്റി കുറയുന്ന സമയത്താണ് ഇതിൻ്റെ ബോഡിക്കകത്തുള്ള ഈ ഒരു ബാക്ടീരിയസൊക്കെ എന്താ പറയുക കുറച്ചുകൂടെ സ്ട്രോങ് ആവുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇതിന് ഈ അസുഖങ്ങളെല്ലാം വരുന്നത്. ഓക്കെ. ഇത്രയും സ്ട്രെസ്സ് വരുന്നത്. അപ്പോൾ മാക്സിമം സ്ട്രെസ് ഫ്രീ ആയിട്ട് മാക്സിമം അതിന് വേണ്ടിയിട്ടുള്ള സപ്ലിമെൻ്റ് കാര്യങ്ങളൊക്കെ കൊടുത്ത് ഫ്രഷായിട്ട് കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. പിന്നെ ഒരു കാര്യം ഇത് അവിടെ നിന്ന് വരുമ്പോഴത്തേക്ക് ഭയങ്കര വെയിറ്റ് ലോസ് ആണ്. ഒരു കുട്ടിക്ക് എങ്ങനെ പോയി കഴിഞ്ഞാലും അതെ 15 കിലോ വരെ കുറയുന്നുണ്ട്. അപ്പം നമുക്ക് അത്രയും വില വെയിറ്റ് കുറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ അത് ബിസിനസ്സിനെ അത് ബാധിക്കുന്നുണ്ട്. അതെ അതെ, ഇവിടെ വെയിറ്റിനനുസരിച്ചല്ലേ കൊടുക്കുന്നത്. അതെ. അപ്പോൾ കൂടാതെ നമ്മൾ അവിടെ അത്രയും മെനക്കെട്ടാണ് ഈ കുട്ടികളെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന പോലെ 100 കുട്ടികളെ പ്രോപ്പറായിട്ട് അവിടെ നിന്ന് എടുത്ത് നാട്ടിലെത്തിച്ച് നാട്ടുകാർക്ക് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്ന കാര്യം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് വരുന്ന കുട്ടികളെല്ലാം നീറ്റായിട്ട് ക്ലിയറായിട്ട് മുറിവൊന്നും ഇല്ലാതെ വരുന്നത്. മുറിവ് വരാറുണ്ട് എന്നാൽ കൂടി ബൈ ചാൻസ് ചിലതൊക്കെ ചാൻസ് ഉണ്ടല്ലോ. നമ്മൾ പല സ്ഥലത്ത് ഇറക്കി റെസ്റ്റ് എടുത്തിട്ടാണ് വരുന്നത്. അപ്പോൾ അൺലോഡിങ് ടൈമിലൊക്കെ വരാറുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ റിസ്ക് എന്ന് പറയുന്നത്. ഒരു കുട്ടികളെ അവിടെ നിന്ന് ഇതുവരെ കൊണ്ട് ചിലപ്പോൾ തമിഴ്നാട് എത്തുമ്പോഴത്തേക്ക് അത് ലോസ് ആവും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. മാക്സിമം നമ്മുടെ ലോഡ് നമ്മൾ കെയർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ സാധനം നമ്മളത് സൂക്ഷിച്ച് കൊണ്ടുവരുന്നു. അത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു ഗുഡൻസ് എന്ന് പറയുന്നത്. വേറെ ഒന്നുമില്ല. ഇപ്പം പുതുതായിട്ട് ഈ നമ്മൾ പോത്ത് വളർത്താൻ ആഗ്രഹിച്ച് പുതിയ ഒരാൾ ഇറങ്ങുകയാണെന്ന് കരുതിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പറയാനുള്ള അവർക്ക് കൊടുക്കാനുള്ള ടിപ്സ് എന്താണ്? ടിപ്സ് വേറെ ഒന്നുമല്ല, നന്നായിട്ട് പഠിച്ചിട്ട് ഇറങ്ങുക. കൊറോണ സമയത്താണ് പോത്തിൻ്റെ ഒരു ഫീൽഡ് ഇത്രയും ബൂമിങ് ആയത്. ആ സമയത്ത് ഒത്തിരി ആൾക്കാർ വാങ്ങിച്ചു, കണ്ടമാനം ആൾക്കാർ വാങ്ങിച്ചു. പലർക്കും അത് നഷ്ടത്തിൽ പോയി. പക്ഷേ അന്ന് മുതൽ ന്യൂ കമ്മറായിട്ടുള്ള ഒത്തിരി കസ്റ്റമേഴ്സ് ഇപ്പോഴും ഈ ഫീൽഡിൽ വന്ന് നിൽക്കുന്നുണ്ട്. ഈ കൊറോണ സമയത്തല്ലേ ഇവിടെയും സ്റ്റാർട്ട് ചെയ്തത്? അത് അതിന് മുന്നേ ഉണ്ട്? ഇതിന് മുന്നേ ഉണ്ട്. എനിക്ക് 2019 മുതൽ ഫാമുണ്ട്. ഓക്കെ ഓക്കെ. കൊറോണ സമയത്താണ് കുറച്ചും കൂടെയൊക്കെ ഒരു ബൂമായി വന്നത്. അപ്പോൾ ഈ വളർത്താനുള്ളതും അവരുടെ ഫുഡിനെ കുറിച്ചിട്ടുള്ള ഒരു ഇത് എന്താണ്? കാരണം മാക്സിമം ഒരു വെയിറ്റ് വെക്കണം എന്നുള്ളൊരിതിൽ മാക്സിമം വെയിറ്റ് വെക്കണം എന്ന് പറയുമ്പോൾ ഇതൊരു ഫാറ്റനിങ് പ്രോസസ്സാണ്. അപ്പോൾ നമ്മൾ ഈ ആനിമലിനെ എടുക്കുക, അതിനെ മാക്സിമം വെയിറ്റ് ഗെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് വേണ്ടത് പ്രോട്ടീനും ഫാറ്റ് അങ്ങനെയുള്ള ഫുഡ് കണ്ടന്റാണ് കൊടുക്കേണ്ടത്. അപ്പം കൈത്തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ നഷ്ടമെന്ന് പറയുന്നു. പറഞ്ഞു. അപ്പം ഓരോ ഫുഡിനും അതിൻ്റേതായിട്ടുള്ള റിസൾട്ട് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ആൾക്കാർ വാങ്ങിച്ചിപ്പം ഒരു പുതിയൊരു കർഷകനാണെങ്കിൽ അവർ ഈ ഒരു ആവേശം കണ്ടിട്ട് ഒരു പോത്തിനെ വാങ്ങുന്നുണ്ട്. പിറ്റേ ദിവസം മുതൽ ഹെവി ഫീഡ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് ആ ഒരു ആവേശത്തിൽ ആദ്യം എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊരു ലോങ് ടേം ആണ്. മിനിമം ഒരു വർഷം വളർത്തണം. അപ്പോൾ ഈ ആദ്യത്തെ ആവേശം അവസാനമില്ലെങ്കിൽ അത് ഇൻവെസ്റ്റ് ചെയ്യുന്ന കാശ് ഫുൾ അവസാനം ലോസ് ആവും. അപ്പോൾ ഇതൊരു റിവേഴ്സ് രീതിക്കാണ് ചെയ്യേണ്ടത്. നമ്മൾ കുട്ടിയെ എടുത്ത് ഗ്രാജുവലി അതിൻ്റെ ക്ഷീണം മാറ്റി അതിന് വേണ്ട സപ്ലിമെൻ്റൊക്കെ കൊടുത്ത് കുറച്ചായിട്ട് ഫുഡ് കയറ്റി കൊണ്ടുവരിക. എന്നിട്ട് നമ്മൾ എപ്പോഴാണോ വിൽക്കാൻ പ്ലാൻ ചെയ്യുന്ന സമയം ആ ഒരു 3-4 മാസം ഇങ്ങനെ ഹെവി ഫീഡ് ചെയ്യുക. അതുവരെ ഇതിന് വേണ്ടിയിട്ടുള്ള പ്രോട്ടീനും വൈറ്റമിൻസും എല്ലാം കൊടുത്തു എന്നുള്ളത് ഉറപ്പ് വരിക. അത് സപ്ലിമെൻ്റായിട്ട് കൊടുക്കാം, അത് ഫുഡ് കണ്ടൻ്റായിട്ട് കൊടുക്കാം, ഏത് രീതിക്ക് വേണോ ചെയ്യാം. ഇപ്പം ഞാൻ ഇവിടെ തന്നെ വളർത്തിയിട്ടുണ്ട്. പുല്ല് മാത്രം കൊടുത്ത് വളർത്തിയിട്ടുണ്ട്. പല ടൈപ്പ് ഫുഡ് കൊടുത്ത് വളർത്തിയിട്ടുണ്ട്. സോ ഇതെല്ലാം എൻ്റെ ഒരു കേസ് സ്റ്റഡി പോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. സോ ഇത് ഞാൻ പറയുന്നതെല്ലാം ഞാൻ പരീക്ഷിച്ച് എനിക്ക് കിട്ടിയ റിസൾട്ട് വെച്ചിട്ടാണ് പറയുന്നത്. പിന്നെ എങ്ങനെ ലാഭകരമാക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലോക്കൽ ഏരിയയിൽ കിട്ടുന്ന ചീപ്പായിട്ടുള്ള ഫുഡ് കളക്ട് ചെയ്ത് ഇപ്പം പാലക്കാട് വളർത്തുന്ന ഒരാൾ വളർത്തുന്ന പോലെ ട്രിവാൻഡ്രത്തുള്ള ഒരാൾ വളർത്തി കഴിഞ്ഞാൽ ലാഭമാവണമെന്നില്ല. കാര്യം പാലക്കാടിൽ ഒത്തിരി എന്താ പറയുക, തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഒത്തിരി ഫീഡ് കിട്ടും, ചീപ്പ് റേറ്റിൽ കിട്ടും കമ്പാരിറ്റീവ്ലി. നമ്മുടെ ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്ന കൺസ്യൂമർ ആണ്. കൂടുതലും നമുക്ക് ഇവിടെ ആയിട്ടുള്ള ഉൽപ്പന്നങ്ങളില്ല, എല്ലാം പുറത്തുനിന്ന് വരുന്നതാണ്. അപ്പം ഇവിടെ വരുമ്പോഴത്തേക്ക് അതിൻ്റേതായിട്ടുള്ള വിലയുണ്ട്. അപ്പം നമ്മുടെ നാട്ടിൽ എന്താണോ കിട്ടുന്നത്, നമ്മുടെ ബഡ്ജറ്റിനകത്ത് കിട്ടുന്ന എന്ത് ഫുഡാണോ അത് വെച്ചിട്ടൊരു ഫീഡ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. അതിനകത്ത് പ്രോട്ടീൻ, ഫാറ്റ്, സ്റ്റാർച്ച് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വേണം. അപ്പം അതിൻ്റെ ബേസിൽ വളർത്തി കഴിഞ്ഞാൽ നമുക്കൊരു പരിധി വരെ ഫുഡിൻ്റെ ബഡ്ജറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ ഏറ്റവും നല്ല ബ്രീഡ് എവിടെ നിന്ന് വരുന്നതായിരിക്കും? ഹരിയാനയിൽ നിന്നും ഇപ്പം ഹൈദരാബാദോ?
പിന്നെ മഹാരാഷ്ട്ര അവിടെ നിന്നൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ എല്ലായിടത്തും ഉണ്ട്. ഇപ്പം നമ്മൾ നാട്ടിൽ ഈ പറയുന്ന പോലെ പുങ്ങന്നൂർ കുള്ളൻ, കാസർഗോഡ് കുള്ളൻ, ഇങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. അതുപോലെ ഹരിയാനയിലാണ് മുറയുടെ ബ്രീഡിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത്. ഒറിജിനലാണോ ക്രോസ് ആണോ? അത് ഈ ഒറിജിനൽ ക്രോസ് എന്ന് പറയുന്നത് ഞാൻ അതിലോട്ടാണ് വരുന്നത്. ഓക്കെ. ഹരിയാന ഏരിയ എന്നാണ് നമ്മൾ കൂടുതൽ കളക്ട് ചെയ്യുന്നത്. ഹരിയാന വലിയ ഏരിയ ആണ്, പല പല സ്ഥലങ്ങളിൽ ഇതുണ്ട്. ചെറിയ ഏരിയ ഇപ്പോൾ കർണാൽ പരിപാടി അതുപോലെയുള്ള സ്ഥലങ്ങളിൽ കുറച്ചും കൂടെ ക്വാളിറ്റി കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അവിടെ ആണെങ്കിലും നമ്മൾ പോയി സെലക്ട് ചെയ്തെടുക്കുന്ന പോലെ ഇരിക്കും കുട്ടികളുടെ ക്വാളിറ്റി. നമുക്ക് അവിടെ ചന്തയുണ്ട്. ചന്തയിൽ പോയി കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് തന്നെ പർച്ചേസ് തീരും. ഓക്കെ. ഒരു ലോട്ടായിട്ട് നമുക്ക് എടുത്തു കൊണ്ടുവരാം. പക്ഷെ അതിനകത്ത് ഈ നമ്മുടെ നാട്ടിലുള്ളത് പിന്നെ ഒരു ലോട്ടായിട്ടായിരിക്കും വരുന്നത്. അതിനകത്ത് നല്ലതുണ്ടാവും, ആവറേജ് ക്വാളിറ്റി ഉണ്ടാവും എല്ലാം. അപ്പം നമ്മൾ സെലക്ട് ചെയ്യുന്ന പോലെ ഇരിക്കും. നമ്മൾ പോയി നമ്മൾ കണ്ടിഷ്ടപ്പെട്ട് നല്ല കുട്ടികളെ മാത്രം സെലക്ട് ചെയ്യുക. അത് മേ ബി നമ്മുടെ പർച്ചേസിങ് തന്നെ ചിലപ്പോൾ ഒരു 3-4 ദിവസം എടുക്കും. ഒരു 40-50 കുട്ടി സെയിലായിരിക്കുകയാണ്. ലാസ്റ്റ് ഉണ്ടായിരുന്നത് സെയിലായിരിക്കുന്നത്. രോഗം വരാനുള്ള ചാൻസ് ഈ കുളമ്പിൻ്റെ ഇഞ്ചക്ഷൻ അതൊക്കെ അവിടെ നിന്ന് ചെയ്തിട്ടാണോ വിടുന്നത്? അത് നമ്മളിവിടെ വന്നിട്ട് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അവിടെ ഇൻഷുറൻസ് ചെയ്യുന്ന കുട്ടികൾ, മീൻസ് അവിടുത്തെ ഫാമേഴ്സ് ഇൻഷുറൻസ് ചെയ്യുന്ന കുട്ടികളെല്ലാം ഈ വാക്സിനേഷൻ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കും. അതിനകത്ത് ടാഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ ഓക്കെ. രജിസ്റ്റേർഡ് ആയിരിക്കും. അല്ലാത്തത് നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. സോ നമ്മളും പുറത്തുനിന്ന് ഒരാൾ പോയി വാങ്ങുന്നതാണ്. നമുക്കിപ്പോൾ അറിയാൻ പറ്റുമോ അത് ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ കമ്പാരിറ്റീവ്ലി പോത്തിന് ഈ കുളമ്പ് രോഗങ്ങൾ ബാക്കിയുള്ള അസുഖങ്ങളെല്ലാം വളരെ കുറവാണ്. ഇമ്മ്യൂണിറ്റി കൂടിയ ഒരു കാറ്റലാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഒരാൾ എടുത്തിട്ട് പോയി കഴിഞ്ഞാലും ഇതൊക്കെ ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ അതിപ്പോൾ എങ്ങനെ അറിയാൻ പറ്റും? അതിനുള്ള ശരിക്കും നമ്മൾ ഇവിടെ ലോഡ് വന്നതിന് ശേഷം നമുക്ക് നാട്ടിലെത്തിയിട്ട് ഒരു 1 day ആണ് മിനിമം ഒബ്സർവേഷനിൽ വയ്ക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഇപ്പം ആൾക്കാർ വേറെ രീതിക്കും ചിന്തിക്കാം. നമ്മൾ ഒരു ദിവസം കൊണ്ട് നിർത്തി ഇതിനെ തീറ്റിച്ച് വയറ് നിറച്ച് കൊടുക്കുന്നൊന്നും ചിന്തിക്കാം. ഇത് ഇതിൻ്റെ നെഗറ്റീവ് തോട്ട്സ് ആണ്. അപ്പോൾ പോസിറ്റീവായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്ത് കൊണ്ടുവരുന്ന കുട്ടികളാണ്. അപ്പം നമ്മൾ വന്നതിന് ശേഷം ഇതിന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ മുറിവില്ലെങ്കിൽ കൂടി വന്ന് ഇറങ്ങി ഇതിനകത്ത് പ്രോപ്പർ റെസ്റ്റ് കിട്ടി അത് ഫുഡ് എടുത്ത് തുടങ്ങണം. ഓക്കെ ഓക്കെ ഓക്കെ. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഡീഹൈഡ്രേഷൻ മാറാനായിട്ടുള്ള വേറെ മെഡിസിൻസ് കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. ഇപ്പം അത് എന്താ പറയുക, 10 ലിറ്റർ വെള്ളം കുടിക്കുകയാണെങ്കിൽ അത് ഡീഹൈഡ്രേഷൻ മാറാനായിട്ടുള്ള വെള്ളമാണ് നമ്മൾ കൊടുക്കുന്നത്. സോ ആ വെള്ളം 10 ലിറ്റർ വെള്ളം കുടിക്കുന്നതിന് നമുക്ക് ഇത്ര എക്സ്പെൻസ് ഉണ്ട്. ചിലപ്പോൾ ഒരു 300-400 രൂപയാവും ഒരു പോത്തിന് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് ഈ മെഡിസിൻ. സോ ഈ ഡീഹൈഡ്രേഷൻ മാറിക്കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടെ പെട്ടെന്ന് സ്ട്രെസ് റിലീഫ് ആവും, സ്ട്രെസ് കുറയും. അപ്പോൾ ഇതിനെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുക, പെട്ടെന്ന് ഉഷാറാവാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ നമുക്ക് ഡോക്ടർ ഉണ്ട്, ഫാമിലി ഡോക്ടർ ഉണ്ട്. അപ്പം ഓരോ ലോഡ് വന്നു കഴിഞ്ഞാലും ഫുള്ള് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള മെഡിസിൻ ചെയ്യുന്നുണ്ട്. വരുമ്പോൾ ബോഡി പെയിൻ ഉണ്ടാവും, പനി ഉണ്ടാവും, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവും. സോ അതിന് കോമൺ ആയിട്ട് ഡോക്ടർ വന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഇതിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻ എടുത്താണ് കൊടുക്കുന്നത്. ഓക്കെ. അതെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ ഇതിനകത്ത് ഫാമിനകത്ത് തന്നെ ഇൻക്ലൂഡ് ചെയ്താണ് ചെയ്യുന്നത്. കാര്യം നിങ്ങൾ ചോദിച്ച പോലെ നിങ്ങളൊരു പോത്തിനെ എടുത്തുകൊണ്ട് പോയിട്ട് ഇതിനെന്തെങ്കിലും പത്തിക്കോ കഴിഞ്ഞാൽ എങ്ങനെ, നമ്മളെ വിശ്വസിച്ചെടുക്കുന്ന ഒരുപാട് കസ്റ്റമർ ഉണ്ട്. അവരിവിടെ നിന്നാണ് എന്നുള്ളത് കാരണം അവർ പിന്നെ കൊണ്ടുപോയി പിന്നെ പുറത്തുനിന്നൊരു ഡോക്ടറിനെ വിളിച്ച് പിന്നെ ചെക്കപ്പ് ചെയ്യാൻ നിൽക്കാറില്ല. ഓക്കെ ഓക്കെ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ അതിനകത്ത് മിനിമം ഒരു 1000 രൂപ എക്സ്പെൻസ് വരും ഡോക്ടറിനെ വിളിക്കാനും അല്ലെങ്കിൽ അവിടെ നിന്ന് മെഡിസിൻ വാങ്ങാനും. 1 to 1 ഓരോ ആൾക്കാർ ഇത് ചെയ്യണ്ടേ. സോ നമുക്കിവിടെ ബൾക്കായിട്ട് നിൽക്കുമ്പോൾ ഒരു ഡോക്ടറിനെ വിളിച്ചിട്ട് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാരണ്ടി ചെയ്യാം, നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ ഇവിടുന്ന് മേടിച്ച പോത്തിനെല്ലാം ഗ്യാരണ്ടിയാണ്. ഗ്യാരണ്ടി ലൈഫ് സ്റ്റോക്കാണ്. ഒരു പരിധി കൂടുതൽ ഗ്യാരണ്ടി പറയാൻ പറ്റത്തില്ല. ഇവിടെ ഒരുപാട് സംഭവങ്ങൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. കാര്യം നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ട് തന്നെ നമ്മൾ ഇവിടെ നിന്ന് കൊണ്ടുപോകുമ്പം പ്രോപ്പറായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ആയിരിക്കത്തില്ല അവർ കൊണ്ടുപോകുന്നത്. അവർ ചിലപ്പോൾ പാസഞ്ചർ ഓട്ടോയ്ക്കകത്ത് എങ്ങനെയെങ്കിലും കുട്ടി നിനക്ക് ഇവിടെ നിന്ന് ഇറങ്ങും. അത് പോകുന്ന വഴിക്ക് അത് ചാടി കൈകാലും ഒഴിച്ച് കഴിഞ്ഞാലൊന്നും എനിക്കൊന്നും അത് റെസ്പോൺസിബിലിറ്റി എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഗ്യാരണ്ടി എന്ന് പറയുന്നത് നമ്മൾ നോക്കുന്ന പോലെ ഇരിക്കും. പിന്നെ ഇതിനകത്ത് ഒരുപാട് കൊടുക്കാൻ പാടില്ലാത്ത ഒരുപാട് വിഷച്ചെടികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. പുതിയ ജനറേഷൻ അതൊക്കെ അറിയുമെന്ന് എനിക്കറിയില്ല. ഇത് കഴിക്കാൻ പാടില്ലാത്ത ഒത്തിരി
ഇലച്ചെടികളുണ്ട്. സോ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കിഡ്നി ഫെയിലിയർ ആവുക, അങ്ങനെ കുറേ സൈഡ് എഫക്റ്റ് ഇതിനകത്ത് വരും. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം പൊതുവേ എങ്ങനെ പോത്ത് ഇങ്ങനെ കഴിക്കാൻ ചാൻസ് ഉള്ള എങ്കിൽ 1-2 ഇത് പറയാമോ? 1-2 പറഞ്ഞു കഴിഞ്ഞാൽ ചില ചേമ്പ് കഴിച്ചില്ല, പിന്നെ മറ്റേ ആനത്തട്ടാവടി അങ്ങനെയുള്ള ഒരു ചെടിയാണ്. ഓക്കെ, അത് പടർന്നു പോകുന്നതാണ്, പറമ്പിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ കുറേ ചെടികളുണ്ട്, ഒരു ഏരിയ ഡിപ്പെൻഡ് ചെയ്ത് ഒത്തിരി ഉണ്ട്. ഓക്കെ, അത് ഐഡൻറ്റിഫൈ ചെയ്യുക, അവിടെയൊന്നും കെട്ടാതിരിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. പിന്നെ പാമ്പ് കടിച്ച് ചത്തു പോകുന്നുണ്ട്, അങ്ങനെയൊക്കെയുള്ള. അപ്പം നമ്മൾ ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മളെ സൈഡിൽ നിന്ന് മാക്സിമം ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഹിഡൻ സർവീസ് എന്തായാലും അതിനകത്തുണ്ട്, റിവീൽ ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. വീക്കിലി ഏത് ദിവസമാണ് ഇവിടെ വരുന്നത്, ലോഡ് വരുന്നത്? ഡിപ്പെൻസ് ആണ്, നമുക്ക് അങ്ങനെ ഒരു ഇതില്ല. മന്ത്ലി ഒരു 2 ലോഡൊക്കെയാണ് നമുക്ക് വരുന്നത്. ഇന്നിപ്പോൾ വ്യാഴാഴ്ചയാണ്, അപ്പോഴത്തേക്കും ഇനി അടുത്ത് നെക്സ്റ്റ് വരാൻ ചാൻസ് ഉള്ളത് എന്നായിരിക്കും? അടുത്ത പർച്ചേസ് നടക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ അവിടെ പോയിട്ട് ഇത്ര ടൈം എടുത്ത് തന്നെ ഇത് എല്ലാം നോക്കി ടൈം എടുത്താണ് ചെയ്യുന്നത്. ഇപ്പം റൂട്ടിൽ ഒരുപാട് വണ്ടി പിടുത്തമുണ്ട്. ഇൻ ബിറ്റ്വീൻ കാശ് പിരിവും അനാവശ്യമായിട്ടുള്ള ബുദ്ധിമുട്ടിക്കൽ ഒത്തിരി ഉണ്ട്. അപ്പം ഇതിന്റെ ഭാഗമായിട്ട് വില ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. ഭയങ്കര കഷ്ടപ്പാടാണ്. ചില ലോഡ് നമ്മൾ ചിലപ്പോൾ നഷ്ടത്തിൽ കൊടുക്കുന്നുണ്ട്. കാര്യം നമുക്ക് ഇൻ ബിറ്റ്വീൻ ഒത്തിരി കാശായി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓവർ ചാർജ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് പറ്റുന്ന ഒരു എമൗണ്ടല്ലേ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റില്ല. അപ്പം പല ഫാമുകാരുടെ അവസ്ഥ ഇത് തന്നെയാണ്. ഹ്യൂജ് എക്സ്പെൻസ് വരുന്നുണ്ട്. എന്തിനാണ് പോത്തിന് ഇത്രയും വില കയറിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് അതൊക്കെയാണ്. ഇപ്പം ഇപ്പോൾ എന്താ പറയുക, എക്സ്പോർട്ടിംഗ് ഒക്കെ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. ഇപ്പോൾ അവിടെയും ഡിമാൻഡുണ്ട്. ഓക്കെ ഓക്കെ, നമ്മൾ ഒരു മിനിമം പ്രൈസിൽ ഇവിടെ എത്തും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളിത് കൊണ്ടുവരുന്നത്. ഓക്കെ, നാട്ടിൽ എത്തിക്കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് ഒരു എത്ര രൂപയ്ക്കാണ് നമുക്ക് നാട്ടിൽ എത്തി എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. കാര്യം ഇതിനകത്ത് വെയിറ്റ് ലോസ് വരുന്നുണ്ട്. കൂടാതെ ഈ വരുന്ന റൂട്ടിൽ ഒത്തിരി പിടുത്തമുണ്ട്. അത് പോലീസായിരുന്നാലും ശരി, ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ ഇപ്പോൾ ഒരു ലോഡ് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഫൈൻ അടച്ച് അതിനെന്താണെന്നുള്ള കോമ്പൻസേഷൻ ചെയ്തിട്ട് അവിടെ നിന്ന് ലോഡ് കൊണ്ടുവരിക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്ന റേറ്റിൽ നാട്ടിൽ ഇപ്പോൾ എത്തുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് പ്രൈസ് ഹൈക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെന്നാലും ഒരു സ്റ്റേബിൾ പ്രൈസിൽ കൊടുക്കാൻ നോക്കുന്നുണ്ട് മാക്സിമം. ഒരുപാട് വില കൂടുതലാണെങ്കിൽ നമ്മൾ ലോഡ് ചെയ്യുന്നില്ല. കാര്യം അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. സോ ഒരു ആവറേജ് റേറ്റിലാണ് നമ്മൾ കൊടുക്കാൻ. നമ്മുടെ കസ്റ്റമറിന് ഭയങ്കരമായിട്ട് നഷ്ടം വരും. അങ്ങനെ അതെ, നമ്മൾ കസ്റ്റമറിനെ അഡ്വൈസ് ചെയ്യുന്നുണ്ട്, വേണ്ട രീതിക്ക് അഡ്വൈസ് ചെയ്യുന്നുണ്ട്. കൂടി കുറഞ്ഞിരിക്കുന്ന സമയത്ത് എടുക്കുക, കൂടുതലുള്ളപ്പോൾ എടുക്കരുത്. ഇതിൻ്റെ ലോജിക്ക് അങ്ങനെയാണ്. ഇപ്പം ഞാൻ ഹൈഡ് ചെയ്യുന്നില്ല, വില കുറഞ്ഞിരിക്കുന്ന സമയത്ത് എടുക്കാൻ നോക്കുക എന്നുള്ളതാണ്. ഓക്കെ, അത് ഓരോ കസ്റ്റമറിൻ്റെ ഓരോ ഡിപ്പെൻഡ്. ഇപ്പം ഭയങ്കര വില കയറി നിൽക്കുന്ന സമയത്ത് വാങ്ങിച്ചിട്ട് വില കുറഞ്ഞ് നിൽക്കുന്ന സമയത്ത് എങ്ങനെയെങ്കിലും ഇപ്പം മഴ സീസണാണ്. ഇനി ഭയങ്കര ഡ്രൈ സീസൺ വരുമ്പോൾ നമുക്ക് പുല്ലോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല. അപ്പോൾ ഈ പറയുന്ന പോലെ ഇതിനെ വളർത്താനായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ കസ്റ്റമർ എന്താ പറയുക, എങ്ങനെയെങ്കിലും വിറ്റ് ഒഴിവാക്കാം എന്നുള്ള രീതിക്കുള്ള ഒരു മൈൻഡ് സെറ്റിൽ വരും. വില നന്നായിട്ട് കുറയും. അപ്പോൾ അവർ പ്രതീക്ഷിക്കുന്ന റേറ്റ് കിട്ടാറില്ല. സോ ആ ഒരു സീസണിൽ എടുത്തു കഴിഞ്ഞാൽ അടുത്ത സീസൺ വരെ വളർത്തി കഴിഞ്ഞാൽ മാത്രമേ ഇതൊരു പ്രതീക്ഷിക്കുന്ന ഒരു ലാഭം കിട്ടത്തുള്ളൂ. സോ അത് ഓരോ കസ്റ്റമറും നോക്കി ചെയ്യുക. നമ്മൾ മാക്സിമം അഡ്വൈസ് ചെയ്യുന്നുണ്ട്. നമ്മൾ തിരിച്ച് വിറ്റ് കൊടുക്കാനായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം ആൾക്കാർ വിളിച്ച് പറയുന്നുണ്ട്, അവർക്കൊരു വില പറയാൻ പറ്റുന്നില്ല, എത്ര പറയണം, എങ്ങനെ ചെയ്യണം. അപ്പോൾ നമ്മൾ പോയി നോക്കിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള അഡ്വൈസ് കൊടുക്കുന്നുണ്ട്. കൂടാതെ അവർ ഫോട്ടോ കാര്യങ്ങളൊക്കെ തന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ചാനൽ ത്രൂ മാർക്കറ്റിങ്ങും ചെയ്യുന്നുണ്ട്. ഗ്രൂപ്പൊക്കെ ഉണ്ടാവില്ല, അതിലൊക്കെ ഇടുകയല്ലേ. പുറത്തുനിന്ന് ഒരാളാണ്, അപ്പം ഇവിടെ വന്നിട്ട് പോത്ത് മേടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർ എപ്പോഴെത്തണം, എങ്ങനെ എത്തണം എന്നൊക്കെ ഉള്ള ഒരു കാര്യം പറയാം. നിങ്ങളുടെ ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ മാർക്കറ്റിംഗ് എന്നുള്ളത്? അല്ല, എപ്പോഴാണ് ഇവിടെ വന്ന് മേടിക്കാൻ പറ്റുന്നത്, നിങ്ങൾ എങ്ങനെയാണ് അത് പുറത്തോട്ട് അറിയിക്കുന്നത്? ഇവിടെ എൻക്വയറി വരാറുണ്ട്. ഇപ്പം ഞാൻ ഈ ഫീൽഡിൽ 2019 മുതൽ നിൽക്കുകയാണ്. അന്ന് മുതലേ ഉള്ള ഒരു കസ്റ്റമർ ഗ്രൂപ്പുണ്ട്. സോ അതുവഴി ഫാമിൻ്റെ എല്ലാ ന്യൂസും നമ്മൾ അറിയിക്കുന്നുണ്ട്. കൂടാതെ 3-4 വർഷമായിട്ട് കൊടുത്ത കസ്റ്റമറുണ്ട്. സോ സ്റ്റേബിൾ കസ്റ്റമറാണ്. അവർ വീണ്ടും നമ്മളിൽ നിന്ന് വാങ്ങുന്നുണ്ട്. സോ അവർ വളർത്തി റിസൾട്ട് കണ്ടിട്ട് പല റെഫറൻസിൽ ആൾക്കാർ വരുന്നുണ്ട്.
ഓക്കെ, അവരുടെ ഫ്രണ്ട്സ് ആയിരുന്നാലും ഫാമിലി മെമ്പേഴ്സ് അങ്ങനെ വന്ന് വാങ്ങാറുണ്ട്. സോ ഇതെല്ലാം നമ്മുടെ ഗ്രൂപ്പ് ത്രൂ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഫേസ്ബുക്ക് ഉണ്ട്. ഫേസ്ബുക്കിൽ പിള്ളാസ് ഫാം എന്ന് പറഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ പിള്ളാസ് ഫാമിൻ്റെ പേജ് ഉണ്ടാവും. അതിനകത്ത് അപ്ഡേറ്റ് കിട്ടും. അല്ലാത്ത ആൾക്കാർക്ക് വാട്സപ്പിൽ ഡയറക്റ്റ് നമ്മുടെ നമ്പറുണ്ട്. അതിനകത്ത് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ഗ്രൂപ്പിലോട്ട് നമ്പർ നമുക്ക് കൊടുക്കാമല്ലോ. കൊടുക്കാം. അപ്പോൾ അതിൽ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തതിന് ശേഷം ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫാമിൻ്റെ അപ്ഡേറ്റ് കംപ്ലീറ്റ് കിട്ടും. എപ്പോഴാണ് ലോഡ് വരുന്നത്, എന്നാണ് ലോഡ് വരുന്നത്, എത്ര കുട്ടികളുണ്ട്, എപ്പോഴാണ് സെയിൽ തുടങ്ങുന്നത്, ഇത് എല്ലാ ഡീറ്റെയിൽസും അതിനകത്ത് പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ട്. ആ ഗ്രൂപ്പ് വഴി തന്നെയാണ് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഫാം ആറ്റിങ്ങിൽ മാത്രമേ ഉള്ളൂ? ആറ്റിങ്ങൽ ട്രിവാൻഡ്രത്ത് മാത്രമേ ഉള്ളൂ? വേറെ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല, നമ്മൾ ആക്ച്വലി ഇതൊരു ഫ്രാഞ്ചൈസി മോഡലിൽ റൺ ചെയ്യാനായിട്ടാണ് ഫാമിൻ്റെ താല്പര്യം. അപ്പോൾ നമുക്കിപ്പോൾ ഉള്ളത് ട്രിവാൻഡ്രത്ത് ആറ്റിങ്ങിലുണ്ട്, പിന്നെ പെരുമ്പാവൂരുണ്ട്. പെരുമ്പാവൂരുണ്ട്, പിന്നെ കായംകുളത്ത്. അതൊരു സെയിൽസ് ഔട്ട്ലെറ്റ് പോലെയാണ്, ഒരു ഫാം എന്നുള്ള രീതിക്കല്ല, ജസ്റ്റ് ഒരു സെയിൽസ് പോയിന്റ് എന്നുള്ള രീതിക്ക് ലോഡ് വരുന്നു, അവിടെ ജസ്റ്റ് കൊടുക്കുന്നു എന്നുള്ളത്. ആ ഭാഗത്തുള്ള പെരുമ്പാവൂരും ആറ്റിങ്ങിലുമാണ് മീൻസ് ആറ്റിങ്ങിലാണ് മെയിൻ ബ്രാഞ്ച്, പെരുമ്പാവൂർ ഫ്രാഞ്ചൈസ്. കായംകുളത്ത് എങ്ങനെയാണ്? അപ്പോൾ കായംകുളത്ത് ഈ ഓർഡർ വന്നിട്ട് അനുസരിച്ച് അവിടെ ബുക്കിംഗ് അനുസരിച്ച് മാത്രം സെയിലായിരുന്നു. അതൊരു ഫാം പോലെയല്ല, നമുക്ക് നിർത്തി വളർത്താനോ അങ്ങനെയുള്ള ഒരു ഓപ്ഷനില്ല. ജസ്റ്റ് ബുക്കിംഗ് അനുസരിച്ച് അവിടെ നിന്ന് ട്രാവൽ ചെയ്ത് ഇവിടെ വരുന്ന ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നത്. എന്താ പേരെന്താണ്? ഷിഹാബ്. ഓക്കെ, നിങ്ങൾ ഇവിടെ വന്ന് എത്ര നാളുണ്ട് പോത്ത് എടുക്കുന്നുണ്ട്? ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു മൂന്ന് വർഷമായി. 3 വർഷം കൊണ്ട് ഒരു 10-12 എടുത്തിട്ടുണ്ട്. 12 പോത്ത് എടുത്തു 3 വർഷത്തിനിടയിൽ. ഓക്കെ, എങ്ങനെയുണ്ട് അതിന്റെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ? നല്ല റിസൾട്ടാണ്. നമ്മൾ മറ്റേ സാധാ പോത്ത് വളർത്തുന്നതിനേക്കാൾ ഇതൊരു 8 മാസം വളർത്തുമ്പോഴത്തേക്കും നമുക്ക് അതിനെട്ടി പൈസ കിട്ടുന്നുണ്ട്. പറയുന്നത് കറക്റ്റ് ആണല്ലോ അല്ലേ? സത്യമാണല്ലോ? സത്യം, കള്ളം പറയുന്നതല്ല, സീരിയസ് ആയിട്ട്. ഞാൻ ഇവിടെ നിന്ന് ഒരു പോത്തിനെ എടുത്തിട്ട് 184 കിലോ ഉണ്ടായിരുന്നു. എടുത്തിട്ട് പോയിട്ട് 8 മാസം 184 കിലോ. 184 കിലോ തൂക്കി എടുത്തിട്ട് പോയിട്ട് ഞാൻ വലുത് ഒത്തിരി സൈസുള്ളത് എടുക്കുന്നു. എടുത്തിട്ട് പോയിട്ട് ഞാനൊരു 8 മാസം വളർത്തി. 8 മാസം വളർത്തിട്ട് തന്നെ കൊടുത്തപ്പോഴത്തേക്കും 80 രൂപ ഒരെണ്ണത്തിന് മാത്രം 80,000 രൂപയ്ക്ക് ഞാൻ വിറ്റ്. അത് ആ സമയത്ത് കൊടുത്ത സമയത്ത് എൻ്റെ ഒരു 500-600 കിലോയുടെ അകത്ത് വരും. അന്ന് എത്ര പോത്ത് എടുത്തോണ്ട് പോയി? അന്ന് ഞങ്ങൾ 4 എടുത്ത്. ഒന്നിന് 80 രൂപ കിട്ടി. ഒന്നിന് 80 രൂപ കിട്ടി. ബാക്കിയെല്ലാം വിറ്റ് പോയോ? ബാക്കിയെല്ലാം ഞാൻ അപ്പോൾ തന്നെ കൊടുക്കും. കുറേ ഇതാകുമ്പോഴത്തേക്കും ചൂടാകുമ്പോഴത്തേക്കും കൊടുക്കും. നിലവിൽ ഇപ്പൊ എത്ര പോത്തുണ്ട് വീട്ടില്? ഇപ്പൊ 2 എണ്ണം ഉണ്ട്. അത് കൂടാതെ ഇവിടുന്ന് ഇപ്പൊ എത്ര? ഇപ്പൊ 2 എണ്ണം വീണ്ടും എടുത്തിട്ടുണ്ട്. അടുത്ത ലോഡിൽ വരുമ്പോൾ ഇനി എടുക്കണം. ഇനി എടുക്കണുണ്ട്. ഇപ്പൊ ഞാൻ അടുത്ത പോത്താണ് ഈ നിൽക്കുന്നത്. ഇതാണ് നിൽക്കുന്നത്. ഇതുകൊണ്ട് ഇത് 187 കിലോ. 187 അത് 146 കിലോ. ഇത് ഇപ്പോഴെടുത്തതാണ്. ഇത് 146 കിലോ ഇതെടുത്ത് ഇനിയും നമ്മൾ വരുമ്പോഴത്തേക്കും ഒരേ ലോഡിൽ വരുമ്പോഴത്തേക്കും ഇങ്ങനെ എടുത്തോണ്ടിരിക്കും. ഇതിപ്പോൾ ഞാൻ തുടങ്ങിയിട്ടൊരു 5 വർഷമാവും. ലാഭകരമാണ്. അത് വളർത്തേണ്ട രീതിക്ക് വളർത്തിയാൽ ലാഭകരമാണ്. അല്ലാതെ ഒരുപാട് തീറ്റയും കൊടുത്ത് അത് അറിയാത്ത രീതിയിൽ വളർത്തി കഴിഞ്ഞാൽ ഒന്നും കിട്ടത്തില്ല. അപ്പോൾ അതിനുള്ള കുറേ രീതികളുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈം ഞാൻ ആന്ധ്രാപോത്തിനെയും ഈ ചന്തയിൽ നിന്നൊക്കെ എടുത്തിതാക്കി. ഞാൻ ആലോചിച്ച് ഈ തൂക്കിയെടുക്കുന്ന നഷ്ടമാണെന്ന് എഴുതി. പക്ഷേ നമ്മൾ അതിനെ 2 വർഷം നിർത്തുന്നതും ഇതിനൊരു 8-9 മാസം നിർത്തുന്നതും കറക്റ്റാണ്. വളർച്ച കൂടുതലാണ്. ഈ തൂക്കിയെടുക്കുന്ന ഹരിയാന പോത്താണെങ്കിൽ കറക്റ്റ് വളർച്ച കൂടുതലാണ്. വളർച്ച അത് വളരെ പാടാണ്. അത് 2 വർഷമൊക്കെ നിർത്തുമ്പോഴായിരിക്കും ഇതിൻ്റെ ഏകദേശം 1 വർഷം നിൽക്കുന്ന വളർച്ച കിട്ടുന്നത്. അത്രയും തീറ്റയും കൊടുക്കണം. നമ്മളോട്ട് കെട്ടിയിട്ട് വലിക്കാൻ പാടല്ലേ എല്ലാം കൂടെ. അതാണ് അതിൻ്റെ മെയിൻ ഘടകം. ഡിഫറൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ആന്ധ്രാപോത്താകുമ്പോഴത്തേക്കും പെട്ടെന്ന് വളർച്ച കുറവാണ്, പെട്ടെന്ന് വളരൂല. ഇതാ ഹരിയാന പോത്താകുമ്പോൾ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും. ഇത് കുറച്ച് തീറ്റ എടുത്താലും അതിൻ്റെ ശരീരത്ത് പിടിക്കും, മറ്റൊരു ശരീരത്ത് കിട്ടുന്നില്ല. അത് നമ്മൾ എത്ര തീറ്റ കൊടുത്താലും ചിലപ്പോൾ റെയറായിട്ടൊക്കെ ചില പീസുകളൊക്കെ കിട്ടും. ചിലപ്പോൾ വളർത്തിയ ചിലപ്പോൾ ഞാൻ പറയുമ്പോൾ ചിലർ വിചാരിക്കും കള്ളമാണ് പറയണത്. ചില ഈ ചന്ത എടുത്ത് വളർത്തുന്നവരെ ചിലപ്പോൾ അവർ വളർത്തിയ ചിലർക്കൊക്കെ റിസൾട്ട് കിട്ടും, ചിലർക്ക് കിട്ടൂല. നിങ്ങൾക്ക് കൂടുതൽ സക്സസ് ആയതുകൊണ്ടാണ് പിന്നെ എടുക്കുന്നത്. ഏറ്റവും കൂടുതൽ വിളിച്ച് ശല്യം ചെയ്യുന്ന ഞാനാണ്. പുള്ളി പറഞ്ഞ 6 മാസം വെയിറ്റ് ചെയ്ത് സത്യം എടുക്കുന്നുള്ള രീതിയാണ്. നമ്മളെല്ലാം വേറെ അടുത്തൊക്കെ പോയായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. 2 സ്ഥലത്തൊക്കെ ഞാൻ പോയി എടുത്തിട്ട് ഒരിടത്ത് നിന്ന് പോത്തിനെടുത്തിട്ട് കാലിലൊക്കെ ചെറിയ കുളമ്പിൻ്റെ പ്രശ്നമൊക്കെ വന്നു. പിന്നെ അതുകൊണ്ട് പിന്നെ എടുക്കൂല. ഇവിടെ ആകുമ്പോൾ നമുക്ക് വിശ്വാസമാണ്. വിളിച്ച് പരാതി പറഞ്ഞാൽ അവരത് പരിഹരിക്കും. നമ്മളെ ആ ഒരു രീതിയൊക്കെ ഉണ്ട്.
നമുക്ക് നേരത്തെ വളർത്തിയെന്ന് പറഞ്ഞില്ലേ, ആ പോത്തിന്റെ വിഷ്വൽ എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ? അയ്യോ അതെൻ്റെ ഫോൺ മാറി എപ്പോൾ പോയി. ഞാൻ നോക്കിയായിരുന്നു രാവിലെ ഇവിടെ 2-3 കസ്റ്റമർ വന്നപ്പോൾ ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ നോക്കിയായിരുന്നു, പക്ഷേ അതിൻ്റെ പോയി. അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കായിരുന്നു. സ്ഥലം എവിടെയാണ്? സ്ഥലം നമ്മുടെ വർക്കല തന്നെ, വർക്കല താഴെ വിട്ടു. അടുത്ത് തന്നെയാണ്. അടുത്ത് തന്നെയാണ്. അടുത്ത് തന്നെയാണ്. ശരി എന്നാ, ഓക്കെ, ബൈ. ശരി ശരി. എത്ര വർഷമായി ഇതിപ്പോൾ ഞാൻ ഒരു 7 വർഷം കൊണ്ട് ഈ ഫീൽഡിലുള്ള ചെയ്തുകൊണ്ടിരിക്കുകയാണ്? പോത്ത് ഇവിടെ നിന്നാണോ സ്ഥിരമായിട്ട് എടുക്കുന്നത്? ഇത് ഞാൻ ഇവിടെ നിന്ന് ഇപ്പോൾ ആദ്യമായിട്ടാണ്. ഞാൻ നേരത്തെ എടുത്തത് മാമത്ത് നമ്മളൊരു ചേട്ടനുണ്ട്, ശ്രീജിത്ത് എന്ന് പറയുന്നത്. ആ ചേട്ടൻ്റെ കയ്യിൽ നിന്നാണ് എടുക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ പോത്തിനെ കണ്ടിട്ട് എന്ത് തോന്നുന്നു ചേട്ടാ? ഇവിടുത്തെ പോത്തിനെ കുറിച്ച് എല്ലാ സ്ഥലത്തും ഭയങ്കര അഭിപ്രായമാണ്. ആ അഭിപ്രായത്തിൻ്റെ ഇതിലാണ് ഞാൻ ഇപ്പോൾ വന്നത്. എൻ്റെ ഒരു അളിയൻ ഇവിടെ ചെറിയങ്കര ഉള്ളതാണ്, പുള്ളിയും ഇവിടെ നിന്നാണ് സാധനം എടുത്തത്. അപ്പോൾ പുള്ളിയുടെ ഒരു ഇതനുസരിച്ചാണ് ഞാൻ ഇവിടെ വന്നതല്ലേ? നിലവിൽ 2 എണ്ണം ഉണ്ടായിരുന്നു. 2 എണ്ണത്തിന് വളർത്തി ഞാൻ കൊടുത്ത് ഇതിപ്പോൾ അടുത്തത് പ്രോഫിറ്റ് ആണോ? ഇത്ര കുഴപ്പമില്ല. 6 മാസം വളർത്തുമ്പോഴത്തേക്ക് എത്ര വെയിറ്റ് വരുമെന്ന്? ആവറേജ് വെയിറ്റ് നമ്മൾ അത് നോക്കണമൊക്കെ ഇരിക്കും. തീറ്റ എടുക്കുന്നത് പിന്നെ കൈത്തീറ്റ ഓവറായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൈ നഷ്ടവും വരും. ഇപ്പം കൂടുതലും മേയാൻ വിട്ട് സ്ഥലം പറമ്പുകളൊക്കെ ഉള്ളവർക്കാണ് അത് ലാഭം അല്ലേ? മേയാനും വെള്ളത്തിനുള്ള സെറ്റ് ഞാൻ മേശവർക്കും കൂടെ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള സമയത്ത് ഇപ്പോൾ അതിന്റെ ആവശ്യമുള്ളല്ലേ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആവശ്യം. ചേട്ടാ ഇത് പേരെന്താണ്? ശ്രീരാജ്. ഓക്കെ. നമ്മളിപ്പോൾ വന്നപ്പോഴത്തേക്ക് ഇവിടെ നിങ്ങൾ ഭയങ്കര ബിസി ആയിട്ട് ഇവിടെ ഭയങ്കര ഓടി നടക്കുന്നുണ്ടായിരുന്നു. ഇവിടെ എന്തായിട്ട് വർക്ക് ചെയ്യാ? ഞാൻ ഫാമിൻ്റെ ബാക്കി പരിപാടികളൊക്കെ നമ്മൾ തന്നെയാണ്. കോള്, കാര്യങ്ങൾ, പർച്ചേസിൻ്റെ പരിപാടികൾ എല്ലാം മൊത്തത്തിൽ എല്ലാം നമ്മൾ തന്നെയാണ്. ഓളിനോളായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഓക്കെ ഓക്കെ. എത്ര വർഷമായി ഞാൻ ഇത്? 2 വർഷമായി ഞാൻ പിള്ളാസ് ഫാമിൽ ജോയിൻ ചെയ്തിട്ട്. ഇവിടെ ഇപ്പോൾ ലോഡ് വന്നിട്ട് ഒരുപാട് നാളായി ലോഡ് വന്നിട്ട്? ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ 6 മാസത്തിന് ശേഷമാണ് ഇപ്പോൾ ലോഡ് ഇറങ്ങുന്നത്. അത് കാര്യം എന്താണ്? മെയിനായിട്ട് റൂട്ടിലെ പ്രശ്നങ്ങളുണ്ട്, വില കൂടുതലാണ്. നമ്മൾ റൂട്ടിൽ പ്രശ്നങ്ങൾ നേരത്തെ കഴിഞ്ഞ വർഷം മുതലേ ഉള്ളതാണ്. ഈ വർഷം എന്ന് പറഞ്ഞാൽ വിലയുടെ പ്രശ്നം കൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് നിന്നത്. വില കുറയും എന്നുള്ളൊരു ഇതിൽ നമ്മൾ പ്രതീക്ഷയിലാണ് നിന്നത്. പിന്നെ നല്ല കുട്ടികളുടെ അപര്യാപ്തതയും ഇതിനകത്തൊരു മെയിൻ ഘടകം തന്നെയാണ്. നല്ല കുട്ടികൾക്ക് നല്ല വിലയാണ്. നമുക്കത് ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കാൻ പറ്റാത്ത അത്രയും വില കയറി അവിടെ ഒരു സമയത്ത്. ഇപ്പോഴും വിലയ്ക്ക് കുറവൊന്നുമില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ നിൽക്കുന്നതുകൊണ്ട് പിന്നെ അത് തന്നെയല്ല, നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് വെയിറ്റിങ്ങിൽ നിൽക്കുന്നു. നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സ് ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമുക്ക് അവരെ വേറെ എങ്ങും അവർ പോയി എടുക്കത്തില്ല. അപ്പം നമുക്ക് അവരെ ഒരിക്കലും തള്ളിക്കളയാൻ പറ്റത്തില്ല. അപ്പം ഇത്രയും പ്രശ്നങ്ങൾക്കിടയിൽ നമ്മൾ അതിൻ്റെ ഇടയിൽ നിന്നായാലും അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോയി റിസൾട്ട് കിട്ടിയവർ തന്നെയാണ് പിന്നെ വീണ്ടും വരുന്നത്. അതെ അതെ അതെ. പിന്നെ പുതിയ കസ്റ്റമേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഇന്നത്തെ ലോഡിൽ പുതിയ കസ്റ്റമേഴ്സ് ഉണ്ട്. അവരിപ്പോൾ 4 കുട്ടീനെ എടുത്തിട്ടുണ്ട്, ചെറിയ കുട്ടികളെ എടുത്തിട്ടുണ്ട്. സ്ഥിരം കസ്റ്റമേഴ്സ് കുറേ പേര് വന്നിട്ടുണ്ട്, ഇനി കുറേ പേര് വരാനുണ്ട്. ബൾക്ക് ഓർഡർ എടുത്തു എന്ന് പറഞ്ഞില്ലേ, അവർ പുതിയ കസ്റ്റമറാണ്. 28 കുട്ടീനെ എടുത്തവരുണ്ട്. അപ്പോൾ അവർ ബൾക്ക് ഇതാണ്. ഇനിയിപ്പോൾ അത് വേറൊരു പാർട്ടി വന്നിട്ട് പോയിട്ടുണ്ട്, അവർ ബൾക്ക് ഓർഡർ തന്നെയാണ്. നിങ്ങൾ കറക്റ്റായിട്ട് എങ്ങനെയാണ് ഇത് മുറയായിട്ട് തന്നെ ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്? നിങ്ങൾക്ക് അവിടെ എങ്ങനെയാണ് അതിന്റെ ഒരു ഇത്? കാരണം അവിടെ പോയി എടുക്കാനായിട്ട് അവിടെ നമ്മൾ നേരിട്ട് പോകും. നിങ്ങൾ തന്നെ സെലക്ട് ചെയ്ത് എടുക്കും. നമുക്ക് ഇഷ്ടപ്പെട്ട നല്ല കുട്ടികളെ മാത്രമാണ് നമ്മൾ സെലക്ട് ചെയ്തെടുക്കുന്നത്. അത് ഈ വില കൂടാനെന്നുള്ള ഒരു കാരണം പറഞ്ഞില്ല. അതിന് മെയിനായിട്ടൊരു കാരണം എന്ന് പറയുന്നത് നമ്മൾ കുട്ടികളെ ഓരോന്നിനും സെലക്ട് ചെയ്ത് എടുക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കുട്ടികൾ എടുക്കുമ്പോൾ ഓരോ പീസിനും അതിൻ്റേതായ വില അവിടെ വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അതും വിലയുടെ ഒരു മെയിൻ ഘടകം തന്നെയാണ്. പിന്നെ ഈ വഴിയിലുള്ള പ്രശ്നങ്ങളും. അവിടുന്ന് നിങ്ങൾ ലൈവ് വെയിറ്റിലാണോ എടുക്കുന്നത്? നമ്മൾ പീസ് റേറ്റിന് ഒരു കമ്മതി വിലയ്ക്ക് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ കാശ് ഇതിന് അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. വഴിയിലുള്ള എക്സ്പെൻസും കൂടി വരുമ്പോഴാണ് ഇത് ഒരുപാട് ഇതിലേക്ക് വരുന്നത്. വെയിറ്റ് ലോസ് വരുന്നുണ്ട്. ഈ വഴിയിൽ വരുന്ന പ്രശ്നങ്ങൾ എന്താണ്? ഇപ്പോൾ വഴിയിൽ റൂട്ടിൽ ഇപ്പം വരുന്ന സമയത്ത് തന്നെ പോലീസുകാർ പിടിക്കാം, മറ്റേ ബജരംഗിൻ്റെ ആൾക്കാരുണ്ടല്ലോ അവർ പിടിക്കാം. ഇതൊക്കെ പിടിച്ചിട്ട് ഗോശാലയിലേക്കാണ് പോകുന്നത്. ഇത് പിടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മെയിനായിട്ടും ഹ്യൂജ് എമൗണ്ട് അവർ ചോദിക്കുന്നത്. നിസ്സാര പൈസയൊന്നുമല്ല, 10,000 50,000 ഒന്നുമല്ല അവർ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ വലിയ എമൗണ്ടുകളാണ് ചോദിക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒരു ലോഡ് വരുമ്പോൾ നമ്മൾ ഇത്രയും ഹ്യൂജ് എമൗണ്ട് കൊടുത്ത് ഇടുമ്പോഴേക്കും ഇവിടെ നാട്ടിലെത്തുമ്പോഴേക്കും നമുക്കത് കസ്റ്റമേഴ്സിന് ഒരിക്കലും താങ്ങാൻ പറ്റുന്ന ഒരു റേറ്റിലല്ല ഇവിടെ ഫാമിൽ വന്ന് ഇറങ്ങുന്നത്. മറ്റേ പുള്ളി പറഞ്ഞായിരുന്നു നഷ്ടം വന്നിട്ടും ശരിക്കും നമുക്ക് നഷ്ടം തന്നെയാണ്. ഇപ്പോൾ ഈ ലോഡ് ഇറങ്ങിയതും നഷ്ടത്തിൽ തന്നെയാണ്. പക്ഷേ നമുക്ക് കസ്റ്റമേഴ്സിനെ കളയാൻ പറ്റത്തില്ല. ആ ഒരു ഇതിൻ്റെ പേരിലാണ് നമ്മൾ കഴിഞ്ഞ വർഷവും ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും നമ്മൾ ലോഡ് ഇറക്കി കൊടുത്തു. കാര്യം നമുക്ക് നഷ്ടമായാൽ പോലും കസ്റ്റമേഴ്സ് നമുക്ക് കളയാൻ പറ്റത്തില്ല. നമുക്ക് അവരോടുള്ളൊരു വിശ്വാസമുണ്ട്, അവർക്ക് നമ്മളോടൊരു വിശ്വാസമുണ്ട്. അത് നമുക്ക് എന്തായാലും മെയിൻറ്റെയിൻ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ പുറത്ത് തീർച്ചയായിട്ടും
ഇതിൽ ലാഭം മാത്രമല്ലല്ലോ, നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ ഒരു ഇതും കൂടി ഉണ്ട്. കാര്യം ഇതിനകത്ത് മെയിൻ എന്ന് പറഞ്ഞാൽ മുറ തട്ടിപ്പാണ് ഇവിടെ മെയിനായിട്ട് നടക്കുന്നത്. എല്ലാവരും മുറ എന്ന് പറയും. നമ്മൾ ശരിക്കും പറയാം പൊതുവെ കേട്ടിട്ടുണ്ട്, അതായത് മുറ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് വളർത്തുമ്പോഴത്തേക്ക് മുറ ഇല്ലാതായി ആയി പോകുന്നു. അപ്പം നമ്മൾ ശരിക്കും നോക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിതൊന്നും പറയുന്നില്ല, അവർ കൊണ്ടുപോയി വളർത്തട്ടെ. വളർത്തി കഴിയുമ്പോൾ അവർക്കറിയാം. ഇപ്പം നമ്മുടെ പിള്ളാസ് ഫാമിൻ്റെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് അവർക്കറിയാം മുറ എന്താ. നമ്മൾ പറയണ്ട, നമ്മൾ കൊണ്ടുവന്ന് കൊടുത്ത ആ സാധനം അവർക്കറിയാം അത് പക്കയാണെന്നുള്ളത്. അതാണ് അതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. അത് അറിഞ്ഞിട്ടാണ് ഇവിടത്തെ കുറിച്ചുള്ളൊരു പൊതുവെയുള്ളൊരു ഫീഡ്ബാക്ക് കിട്ടിയിട്ടാണ് നമുക്ക് ഇത്രയും സ്ഥിരം കസ്റ്റമേഴ്സാണ് ആ വെയിറ്റ് നിന്ന് ഇത്രയും കുട്ടികളെ എടുത്തുകൊണ്ട് പോയത്. അപ്പോൾ അവർക്ക് അത്രയും റിസൾട്ട് കിട്ടുന്നത് കൊണ്ടാണ് എന്തായാലും നമ്മളെടുക്കുന്ന എഫേർട്ടിന് ഒരു ഫലം ഉണ്ടെന്നുള്ളതാണ്. നമുക്കതിൽ ഭയങ്കര സന്തോഷമുണ്ട്. നമ്മളൊരു കസ്റ്റമർ വന്നിട്ട് ഒരു കുട്ടിയെ തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? മെയിനായിട്ട് കൊമ്പ്, അതിൻ്റെ വാലിറക്കം, ബോഡി ഷേപ്പ്, കാൽപ്പൊക്കം, അതിൻ്റെ ഒരു സ്ട്രക്ചർ മൊത്തത്തിൽ നമ്മൾ നോക്കണം. എന്നിട്ടാണ് നമ്മൾ ഒരു കുട്ടിയെ തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ നമുക്ക് പുതിയ കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് വരുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പം പുതിയതായിട്ട് വരുന്നവർ അറിയാൻ പാടില്ലാതെ വരുന്നവരുണ്ട്. അപ്പോൾ അവർ നമ്മുടെ അടുത്ത് പറയുകയാണെങ്കിൽ നമ്മളത് അവർക്ക് വേണ്ടി അവരുടെ ഇഷ്ടത്തിന് പറ്റുന്നതിനെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. അവർ പറയുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സിന് അതിൻ്റെ ആവശ്യമില്ല, അവർക്കറിയാം. അവർ വരുമ്പോഴേ പിടിച്ചുകൊണ്ട് അങ്ങ് പോവുകയാണ്. കാരണം അവിടെ നിന്ന് കൊണ്ടുവരുമ്പോൾ കുറച്ച് വെയിറ്റ് ലോസ് കാണുമല്ലോ. വെയിറ്റ് ലോസ് ഉണ്ട്. എന്നാലും നമ്മൾ അതിൻ്റെ ബോഡി ഷേപ്പ് കണ്ടിട്ടല്ല, നമ്മൾ കുട്ടീനെ ഓൾറെഡി നമ്മൾ അവിടുന്ന് സെലക്ട് ചെയ്താണ് വരുന്നത്. പിന്നെ നമുക്ക് അതിനകത്ത് തിരിവെന്ന് പറഞ്ഞൊരു സംഭവം വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഏത് കുട്ടി എടുത്താലും പക്കയാണ്, നമുക്ക് ആ കോൺഫിഡൻസ് ഉണ്ട്. ഓക്കെ. പിന്നെ കസ്റ്റമേഴ്സിന് നേരത്തെ പൊതുവേ കേട്ട് വന്നൊരു ഇതാണ്, കേട്ട് തഴമ്പിച്ചൊരു ഇതാണ്, പോത്ത് വളർത്തൽ പൊതുവേ നഷ്ടത്തിലേക്ക് പോകുന്നൊരു പ്രസ്ഥാനമാണെന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ നഷ്ടത്തിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം വളരാത്ത കുട്ടീനെ വലിയ എമൗണ്ട് കൊടുത്ത് വാങ്ങുന്നു എന്നുള്ളതാണ്. അത് ഒന്നാമത്തെ ഫാൾട്ട്. രണ്ടാമത് ഇവർ എത്ര തീറ്റ കൊടുത്താലും ഈ കുട്ടി കയറാൻ പോകുന്നില്ല, വളരുന്നില്ല. അപ്പോൾ അത് തന്നെയാണ് അവരുടെ ആദ്യത്തെ പാഴ്ച. രണ്ട്, കാശ് കൊടുത്ത് വാങ്ങുന്ന സാധനം എപ്പോഴും നല്ല കുട്ടീനെ വാങ്ങാൻ പാടുള്ളൂ. അതൊന്ന്. അപ്പോൾ അതിൻ്റെ നമ്മൾ കൊടുക്കുന്ന തീറ്റയ്ക്കുള്ള ആ വളർച്ച ആ കുട്ടി കാണിക്കുന്നുള്ളതാണ്. നല്ല കുട്ടികൾ എപ്പോഴും അത് കാണിച്ചിരിക്കും. പിന്നെ ലാഭകരമായിട്ട് വളർത്തുന്നത് എങ്ങനെയാണെന്നുള്ളത് വേറൊരിത്. ലാഭകരമായിട്ട് നമുക്ക് ഒരുപാട് കൈത്തീറ്റ ഇല്ലാതെ ഒരുപാട് എക്സ്പെൻസ് ഇല്ലാത്ത രീതിയിൽ കുട്ടികളെ നമുക്ക് വളർത്താം. ഇപ്പം പുല്ല്, അതായത് കൈത്തീറ്റ കുറച്ച് കൊടുത്തിട്ട് വയറ് നിറച്ച് പച്ചപ്പുല്ല്, യഥേഷ്ടം വെള്ളം, കുടിക്കാൻ വെള്ളം, കിടക്കാനാണേലും വയലിൽ മേയാനാണേലും ഒക്കെയുള്ള സൗകര്യം മെയിനായിട്ട് വേണം. അപ്പോൾ തന്നെ നമ്മൾ കൊടുക്കുന്ന തീറ്റ അവരുടെ ശരീരത്ത് ഓൾറെഡി പിടിക്കുന്നു. അത് രണ്ടാമത്തെ ഘടകം. പിന്നെ തീറ്റയിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരുപാട് വലിയ എക്സ്പെൻസ് വരാത്ത രീതിയിലുള്ള, ഇപ്പോൾ പുളിയരി വേവിച്ച് കൊടുക്കാം, പുളിയരി തവിട് കൊടുക്കാം. പിന്നെ പരുത്തിപ്പിണ്ണാക്ക് ഒരു നല്ല റിസൾട്ട് കിട്ടുന്നൊരു പ്രോഡക്റ്റ് തന്നെയാണ്. കൊടുത്തു കഴിഞ്ഞാൽ നല്ല വളർച്ച, നല്ല ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ 98% കസ്റ്റമേഴ്സും അത് പരീക്ഷിക്കുന്നവരാണ്. അതുകൊണ്ടാണ് അവർ ഇപ്പോൾ ഈ 6-7 മാസം കൊണ്ട് തന്നെ നല്ലൊരു റിസൾട്ട്, ഗ്രോത്തിലേക്ക് പോത്തൊക്കെ പോകുന്നതിൻ്റെ മെയിൻ ഘടകം അത് തന്നെയാണ്. ആ ഒരു ഫീഡ്ബാക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ പോത്ത് വളർത്തൽ ലാഭകരമല്ലാത്തതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിത് വളർത്തി ഇപ്പോൾ എത്ര കാശ് മുടക്കി വളർത്തിയാലും ഈ സാധനം നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. നമ്മളൊരു സാധനം വളർത്തി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് എത്ര വലുതായാലും അത് ആ സീസൺ സമയത്ത് നമ്മൾ കുട്ടികളെ പോത്തിനെ കൊടുക്കുക എന്നുള്ള, ഡിമാൻഡ് കൂടി നിൽക്കുമ്പോൾ കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. അപ്പോൾ അത് തിരിച്ചറിയാൻ പറ്റുമെന്ന് പറഞ്ഞാൽ പെരുന്നാൾ സമയത്താണ് നമുക്ക് പൊതുവെ വില കൂടുതൽ കിട്ടുന്നത്. ചെറിയ പെരുന്നാൾ മുതലേ പതുക്കെ ആൾക്കാർ കുട്ടികളെ വലിയ പോത്തിനെ വാങ്ങിച്ച് നിർത്തുന്നവരുണ്ട്. വലിയ പെരുന്നാളിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് പൈസ കിട്ടുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ആ സമയത്ത് കുട്ടികളെ വിൽക്കാൻ പാകത്തിന് നമ്മൾ കുട്ടികളെ സെലക്ട് ചെയ്ത് വാങ്ങി ആ ഒരു പരുവത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ ഘടകം. പിന്നെ അത് മാത്രം അറിഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ വളർത്തി വലുതാക്കിയ ഒരു ഉരുവിന് നമുക്ക് ഏകദേശം എത്ര ഒരു വില മതിക്കും എന്നുള്ളതൊരു കാഴ്ചപ്പാടും കൂടി ഒരു കർഷകനുണ്ടാവണം. അതില്ലാത്തത് കൊണ്ടാണ് ഒരുമാതിരിപ്പെട്ട എല്ലാ കർഷകർക്കും നഷ്ടമെന്ന് പറയുന്നത്. കാര്യം അവർ വളർത്തി വലുതാക്കിയ ഒരു ഉരുവിനെ എത്ര രൂപയ്ക്ക് നമുക്ക് വിറ്റാലേ നമുക്ക് മുതലാകുമെന്ന് ഇതുവരെ അവർ പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യമായ ഒരു കാര്യം. ഒന്നാമത് അവർ തകർന്നതിൻ്റെ ഒരു കാരണം അത് തന്നെയാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ അവരെ? നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ പിള്ളാസ് ഫാമിൽ നിന്ന് എടുത്ത കുട്ടികളെ അവരുടെ ഫ്രീ ആയിട്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവരുടെ അടുത്ത് തന്നെ ഡയറക്റ്റ് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്ന് തന്നെ സെയിലാക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ പിള്ളാസ് ഫാമിൻ്റെ ഫേസ്ബുക്ക് പേജ് വഴിയും വാട്സപ്പ് ഗ്രൂപ്പ് വഴിയും അല്ലാതെ വേറെ സോഴ്സ് വഴിയൊക്കെ നമ്മൾ അതിനുവേണ്ടി നമ്മൾ അവർക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വിൽക്കാനുണ്ടെങ്കിലും നിങ്ങളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് നമ്മുടെ പേജ് വഴി അവർക്ക് ഡയറക്റ്റ് കസ്റ്റമേഴ്സ് ത്രൂ നമ്മളത് സെയിലാക്കി കൊടുക്കുന്നുണ്ട്. ഓക്കെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായ വീഡിയോകളാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് ഇനിയും കാണാം. അതുവരെ ബൈ. അപ്പോൾ ബൈ.
ഓൾ ദ ബെസ്റ്റ്.